ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വെറും 2 ചേരുവ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്കിത് ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ ബീഫ് കറിയുടെയും ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. നമ്മുടെ നെയ്പ്പത്തിൽ പോലെയൊക്കെ ഇരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് 1/2 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അരിപ്പൊടിയും റവയാണ് ചേർക്കുന്നത്. അപ്പോൾ രണ്ടും വറുത്തത് തന്നെ എടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ മാവ് തന്നെയാണ്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്താൽ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നല്ല തിളയ്ക്കണ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ചൂട് മുഴുവനായിട്ട് പോണതിന് മുമ്പ് തന്നെ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോഴാണെങ്കിലും മാവ് നല്ല ചൂടായിട്ട് തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ അങ്ങനെ പൊള്ളൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അഥവാ നമ്മൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. നെയ്യല്ല കേട്ടോ, ഇത് ഓയിലാണ്. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മളിത് ഓയിൽ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പം നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതിന് ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് വലിപ്പം വേണ്ട കേട്ടോ, ചെറിയ ബോളാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. പിന്നെ നമ്മൾ ഇത് ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ ഞാൻ അതില്ലാത്തവർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് മൊത്തമായിട്ടൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഈ ഉരുള അതിനകത്ത് വെച്ചിട്ട് ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കണം. ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ ഇത്രയൊന്നും മെനക്കെടില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു അടിഭാഗം പരന്ന എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് നമ്മൾ കൈൻ്റെ ഉൾവശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ആക്കിയാൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് ഷേപ്പായിട്ട് കിട്ടും. ദേ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാ സൈഡും ഒരേപോലെ പ്രസ് ചെയ്യാൻ നോക്കണം. ഇത് നമുക്ക് ഒരുപാട് കട്ടിയിൽ വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് തിന്നാവാനും പാടില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത്രയും കട്ടി വേണം. അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ട് എണ്ണയ്ക്കകത്തോട്ട് പൊരിച്ചെടുക്കാം. പൊരിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം. നല്ല ചൂടുള്ളപ്പോൾ ഇട്ടാലേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇത് എണ്ണയിലിട്ടൊരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. നമുക്ക് തൊട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇതേപോലെ പൊങ്ങി വരും. പിന്നെ പരത്തുന്ന സമയത്ത് നടുക്കൊന്നുമായിട്ട് എവിടെയും പൊട്ടലുണ്ടാവാൻ പാടില്ല. പൊട്ടലുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണയിലിടുമ്പോൾ അവിടെ ആ പൊട്ടൽ വന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് എണ്ണ നല്ലപോലെ കയറും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. തീ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് കൊടുക്കാം. കാരണം പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് കിട്ടും. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ തവണ ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഒരുപാട് ചൂടുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പോഴാണ് നല്ല പൊള്ളച്ച് നന്നായി വരുന്നത്. അപ്പോൾ അതേ ഇതും ഇവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരത്തുന്ന സമയത്ത് മാക്സിമം നോക്കുക. ഉള്ളിലേക്ക് എണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാതെ പരത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ അളവുകളും കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. കാരണം ഇത് നമ്മൾ എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ വല്ലാണ്ട് ഓയിൽ കുടിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നെയ്പ്പത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മാവൊന്നും കുഴഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിലേക്ക് എണ്ണ പിടിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. ഇത് നല്ല ചിക്കൻ കറിയുടെയും മീൻ കറിയുടെയും ബീഫിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചുമ്മാ കട്ടൻ ചായയുടെ കൂടെ കടിച്ച് തിന്നാനും അടിപൊളിയാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.